ഹായ്, നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഡിന്നറിന് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഒരു എളുപ്പത്തിൽ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ സൈഡ് ഡിഷിൻ്റെ റെസിപ്പി കിട്ടി. അപ്പോൾ അത് ഞാനിന്ന് ഷെയർ ചെയ്യാണ്. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ സൈഡ് ഡിഷ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി ഒരു 3 മീഡിയം സൈസ് തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില, പിന്നെ ഇവിടെ തേങ്ങ ചിരകിയത്, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് എണ്ണ വേണം ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട്. എണ്ണ നിങ്ങളുടെ ചോയ്സ് പോലെ റെഗുലർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി വെള്ളം ചേർക്കാതെ നമുക്ക് മിക്സിയിലൊന്ന് അരയ്ക്കണം. മസാല ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിയായിട്ടാണ് അരച്ചിരിക്കുന്നത്. വല്ലാണ്ട് നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് കുറച്ച് തരിയായിട്ടുള്ള മസാലയാണ് അരച്ചെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കി തുടങ്ങാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് മീഡിയം ഹീറ്റിൽ എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്യാം. കരിവേപ്പില ഒന്ന് കുക്കാകുമ്പോൾ സവാള അരിയാം. ഈ സവാള ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് കുക്ക് ചെയ്യാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് സോഫ്റ്റ് ആയാണ്. ഉള്ളി 2 മിനിറ്റ് നേരത്തേക്ക് നമ്മളൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളൂ, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇതൊന്ന് നന്നായിട്ട് കുക്കാവട്ടെ. കറി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് പരത്തി റെഡിയാക്കാം. അഞ്ച് മിനിറ്റ് നേരം നമ്മൾ തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കണം. അപ്പം ഞാൻ മിക്സി കഴുകി വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇതും കൂടെ ചേർത്ത് ഇതിലേക്ക് വയ്ക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത് സ്ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ആവട്ടെ. അപ്പോൾ എൻ്റെ ചാനലിൽ വേറെയും കുറേ സൈഡ് ഡിഷസിൻ്റെ റെസിപ്പീസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്തൊന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കിട്ടും. 3 മിനിറ്റ് നേരം നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരും. ഈ സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
അപ്പോൾ ഈ സബ്ജി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ചൂടോടെ സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാം. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ ബൈ.